നമസ്കാരം. ഇന്നത്തെ മനോരമ പത്രം കണ്ടാൽ സത്യത്തിൽ സഹതാപമാണ് അവരെടുത്ത് വന്നത്. അതിനു മുമ്പാണ് ഷൈൻ ടോം ചാക്കോ ലോഡ്ജിൽ നിന്ന് ചാടിപ്പോണ രേഖാചിത്രം വരെ അവർ തയ്യാറാക്കി. ഡാൻസ് ഓഫുകാർ പിടിക്കാൻ ചെന്നപ്പോൾ ഇവിടെ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറയുന്ന പരിപാടി നടക്കുന്നുണ്ട്. ഈ ലഹരി വിരുദ്ധ രാസലഹരി, അതായത് നിരോധിത ലഹരിയെല്ലാം ഒരു ദിവസം 100-150 പേര് അറസ്റ്റിലാവുന്നുണ്ട്. ഈ ശൃംഖല തകർക്കണം ആദ്യം. ഈ സാധനം എവിടെ ഒളിപ്പിച്ച് വെക്കാൻ പറ്റും, കൊണ്ട് നടക്കാൻ പറ്റും, പെട്ടെന്ന് സ്മെല്ല് കിട്ടൂല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഭരിക്കണ ആൾക്കാർക്ക് വരെ ഇതൊരു വെല്ലുവിളിയാണ്. ഒരു ഷൈൻ ടോം ചാക്കോനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് ഇവിടെ എന്താ മാറ്റം വരാൻ പോണ്? ഇവൻ ഇന്നലെ പറഞ്ഞു, ഞാൻ ലഹരി 1 മാസം മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയി ചികിത്സ തേടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ അപരിചിതമായിട്ടുള്ള ലഹരി ഉപയോഗിച്ച ചികിത്സ വേണ്ടത്, അല്ലാണ്ട് ആ ആളെ വേട്ടയാടി നമ്മൾ വേട്ടയാടണതിന് 100 ഉദ്ദേശം. ഇവനൊക്കെ കണ്ട് വലുതായോ, നീയൊന്നും അതിന് മാത്രം ആയിട്ടില്ല എന്നുള്ളത്. പിന്നെ സിനിമാ മേഖലയിലുള്ള മെയിനായിട്ടുള്ള ആൾക്കാർ ചെയ്ത് കൂട്ടുന്ന വൃത്തികെട്ട പ്രവൃത്തികൾ. ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തിട്ട് അവളുടെ മുന്നിലിരുന്ന് തൈരും കൂട്ടി ഊണ് കഴിച്ച് വൃത്തിയുടെ കമൻറ്റും പറഞ്ഞവൻ ഇവിടെ നെളിഞ്ഞ് നടക്കണം. വെളുത്ത പത തുപ്പിയവൻ. പോലീസ് എന്നിട്ട് ഇവനെ നോട്ടീസ് അയച്ച് വിളിപ്പിച്ച് ഇവന് ഹാജരായി. എന്നിട്ട് ഇവൻ്റെ നഖത്തിൻ്റെ സാമ്പിള്, മുടിൻ്റെ സാമ്പിള്, മൂത്രം. ഈ ലഹരി ഉപയോഗിക്കാത്ത നടിമാരെത്ര ഉണ്ട്, എത്ര പുണ്യാളത്തികളുണ്ട്. ഇവളുടെയൊക്കെ മൂത്രം സ്റ്റോക്ക് ആണെങ്കിൽ ഒരു മൂത്ര ഹാള് തന്നെ വേണ്ടി വരും. ആ ഫീൽഡ് അങ്ങനെയാണ്. ഈ ലഹരിയൊക്കെ അടിച്ച് കയറ്റിയിട്ടാണ് ഈ നെഞ്ഞത്തും ഈ തൊടേൻ്റെ നടുവിലും മാത്രം ചെറിയൊരു തുണിയൊക്കെ വെച്ചിട്ട് പബ്ലിക് പ്ലേസിലൊക്കെ ഇവർ വരണ്ട്. ലഹരി എന്നാൽ പിന്നെ വെളിവില്ലല്ലോ. ചില ഈ ഫങ്ഷനിലൊക്കെ ഇവളൊക്കെ വരണ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ മുലയും തൊടയും ഷഡ്ഡിയൊക്കെ എല്ലാവർക്കും ഉള്ളതാ. ഇവളൊക്കെ ഇങ്ങനെ വരണ കണ്ട് കഴിഞ്ഞാൽ എന്തോ താരങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അന്യം, ഈ ഗ്രഹത്തിലുള്ള അതല്ലല്ലോ താരങ്ങൾ. ആ ഒരു പരിവേഷമാണ് ഇവർക്ക്. ഇവർ പോലീസ് ആരെയൊക്കെ പിടിക്കും? ഇത് എവിടെ നിന്നാണ് വരേണ്ടത്? എന്നിട്ട് ഇവൻ്റെ ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് ട്രാൻസാക്ഷൻസ്. ഇവൻ ലഹരി ഉപയോഗിക്കാനാണ് അവൻ്റെ കൂട്ടുകാരായിട്ട് റൂമിൽ ഒത്തുകൂടിയതെന്ന് FIR ഇവരാണ് തീരുമാനിച്ച്. വേറൊരു കാര്യത്തിന് റൂം എടുത്തൂടെ? ചിലപ്പോൾ 2 ആൾക്കും കൂടി മറ്റേ പണിക്കാണെങ്കിലോ, അല്ലെങ്കിൽ തൽക്കാലം ഒന്ന് കുളിച്ച് ഫ്രഷ് ആകാനാണെങ്കിലോ. FIR എടുക്കുന്നതൊക്കെ എത്ര സ്പീഡിലാണ്. ഒരു പോലീസ് കേസിന് FIR ഇടണമെങ്കിൽ അവരെ പിന്നാലെ നടന്ന് കക്ഷികൾ, ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ സാറേ സാമ്പാറേ. ഇത് ശരിക്കും ഒരു വികൃതമായിട്ടുള്ള പരിപാടിയാണ്. അത് ഇവിടെയൊക്കെ സ്മൂത്തായിട്ട് നടക്കണ്ടെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ. ഇപ്പോൾ ഈസ്റ്ററായിട്ട് വേറെ വാർത്തകളൊന്നും ഇപ്പോൾ ഇവിടെ കിട്ടാനില്ല. ഈ ഷൈൻ ടോമിൻ്റെ പേരിൽ എന്ത് കേസാണ് ഇവരെടുത്ത്? ആ കേസ് നിലനിൽക്കുക. എന്തെന്ന് പറഞ്ഞിട്ട് വെളുത്ത പൊടി തുപ്പിയെന്നോ, അല്ലെങ്കിൽ 1 മാസം മുമ്പ് ലഹരി ഉപയോഗിച്ചതിനോ. പെണ്ണിന് ഇപ്പോഴും കംപ്ലൈൻ്റ് ഇല്ല. ഇവരെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇന്നത്തെ പോലീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ലഹരി ഇവൻ്റെ സാമ്പിളൊക്കെ എടുത്തില്ല, ലഹരി ഉപയോഗിച്ചെന്ന് അറിഞ്ഞാൽ വേറെ കേസ് എടുക്കുന്നു. കേസെടുക്കാനാണ് വേണ്ടത്. ഇങ്ങനത്തെ ലഹരി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പുതുതായിട്ട് ഇറങ്ങിയ ന്യൂജൻ ലഹരികളാണ്. ഇവരൊക്കെ ട്രീറ്റ്മെൻറ്റിന് അയക്കണം. ഡി അഡിക്ഷൻ സെൻ്ററുകൾ അതിനുള്ളതാണ്. ഇതെന്തോ വൈരാഗ്യം തീർക്കാൻ പോണ പോലെ ഇവനെ പിടിച്ച് എന്തായിരുന്നു. അവൻ്റെ അച്ഛനും അമ്മക്കൊന്നും ഒരു കൂസലുമില്ല. പോലീസിനെ കണ്ടാൽ ആരും ഓടും. അപ്പം അവരുടെ ഒരു മകൻ അങ്ങനെ ലഹരിക്ക് അടിമയാണെങ്കിൽ ട്രീറ്റ് ചെയ്യില്ലാണ്ട് അവനെ യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയ വേണ്ടത്. അങ്ങനെയാണ്. ഒരാളുടെ ഉയർച്ചയിലൊക്കെ അസൂയ പൂണ്ട് കഴിഞ്ഞാൽ ചില ഇതിൻ്റെയൊക്കെ ബാക്കിൽ ചില ശക്തികളുണ്ട്. ഈ അമ്മയെന്ന് പറഞ്ഞ സംഘടനയൊക്കെ ഇവന്മാരൊക്കെ ഒരു 10 വയസ്സേ പണിയില്ലാണ്ടൊക്കെ നടക്കുന്ന ആൾക്കാരാണ്. ഈ ഇടവേള ബാബു തൊട്ട് സംഘടനയിൽ കുറച്ച് തൊലിച്ചുകളുണ്ട്. അപ്പോൾ ഇവന്മാരൊന്ന് അടിച്ചൊതുക്കിയാൽ ചിലപ്പോൾ നമുക്കൊന്നും അങ്ങോട്ട് കയറി പറ്റാൻ പറ്റുമോ, അങ്ങനെയുണ്ട്.
ഇത് വലിയൊരു മാരണമെന്നുള്ള സിനിമാ ലോകത്ത് ചന്തിമേൽ അമർത്തുന്ന സംഭവമൊന്നും ആദ്യമല്ല. പണ്ടൊക്കെ റേപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ശരിക്ക് റേപ്പ്, ആ സാധനം ഉള്ളിൽ കയറ്റില്ല എന്നുള്ളൂ, ബാക്കി എല്ലാ പണിയും ചെയ്യും ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ. അതിൻ്റെയൊക്കെ സ്പെഷ്യലിസ്റ്റായിരുന്നു ഗോവിന്ദൻകുട്ടി, TG രവിയൊക്കെ, മലങ്ക നായർ. അല്ലാണ്ട് ഈ ഫീൽഡിലൊക്കെ പുണ്യാൾത്തികൾ എന്തിനാണ് ഈ ഫീൽഡിൽ പോകണത്? ഭൂരിഭാഗം പേരും ലഹരി ഉപയോഗിക്കുന്നുണ്ട്. രാസലഹരി, കഞ്ചാവ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഈ സ്ത്രീകൾ, നടികൾ മലയാളത്തിലാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയണ രഹസ്യമാണ്. സംവിധായകർ ഉപയോഗിക്കുന്നുണ്ട്, പ്രമുഖ നടന്മാർ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഹൈ ലെവൽ സാധനമാണ്. ഇതൊന്നും പേടിക്കാനായിട്ട് ഒരു പോലീസിനും ധൈര്യമില്ല. ഈ ചെറുകിടക്കാർ ഇവിടെ അങ്കമാലി അല്ലെങ്കിൽ ഈ ഈട്ടാവട്ടത്തൊക്കെ താമസിക്കണം, അവരെ ഓടിച്ചിട്ട് പിടിച്ച് പേപ്പറിൽ ഫോട്ടം വരിക. സത്യം, മൂത്രം വരെ എടുത്തു പോയി, FIR ഇട്ടു. എന്തൊരു ശുഷ്കാന്തിയുള്ള പോലീസ് കേരളത്തിൽ.